തമിഴിൽ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, അവർക്കൊക്കെ ഒരുപാട് ഫാൻസും ഒരുപാട് ഹേറ്റേഴ്സും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ അധികം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ധനുഷ്. കാരണം ധനുഷ് ചെയ്തു വെച്ചിട്ടുള്ള മൂവീസും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എടുത്തു പറയണമെങ്കിൽ റീസെന്റ് റിലീസ് ആയ തിരിച്ചിട്ടമ്പലം എന്നൊരു മൂവിയുണ്ട്. അതിൽ ധനുഷ് ചെയ്ത ക്യാരക്ടർ ഒരു 90s കിഡിനൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രായത്തിൽ നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പം എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ തന്റെ ലൈഫ് ഏതൊരു ഡയറക്ഷനാണ് പോകണം, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ആ ഒരു ക്യാരക്ടർ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറും ആ ഒരു മൂവിയും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സും അങ്ങനത്തെ ഒരുപാട് മൂവീസും ധനുഷിന്റെ ഹോൾ ഫിലിം കരിയറിൽ തന്നെ ഉണ്ട്. ധനുഷിന്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് 2002 റിലീസായ തുള്ളുവതോ ഇലുമ എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. ആ ഒരു മൂവി റിലീസാവുന്ന സമയത്ത് ഒരുപാട് ട്രോൾ ഉണ്ടായിരുന്നു, ഒരുപാട് ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളാണോ ആക്ടർ ആവുന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ ആക്ടറായിട്ട് വരുന്ന ഒരാളാണോ, അവനെ കണ്ടാ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ധനുഷിനെ ഒരുപാട് ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ധനുഷിനെ പൊക്കി പറയുന്ന മിക്കവരും ആ ഒരു സമയത്ത് ധനുഷിനെ ഫുൾ ട്രോൾ ചെയ്ത ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്, 2002 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു മനുഷ്യനാണ് ഇന്ന് 2 നാഷണൽ അവാർഡ്സ്, തമിഴ് മാത്രമല്ല ഹിന്ദി, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജിൽ കിടിലം മൂവീസ്, അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള ഒരു മൂവി ഫ്രാഞ്ചൈസിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള റോസോ ബ്രദേഴ്സിന്റെ ഒരു മൂവി. സോ അങ്ങനെ ഒരു കിടിലം കരിയർ തന്നെ ബിൽഡ് ചെയ്തിട്ട് നിൽക്കുവാണ് ധനുഷ്. ധനുഷിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2002 ആ ഒരു ഫസ്റ്റ് കുറച്ച് മൂവീസ് ഒക്കെ അധികം വലിയ സക്സസോ അല്ലെങ്കിൽ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഒരു തുടക്കക്കാരന് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും ധനുഷും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കരിയർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയുന്നത് ആ ഒരു സമയത്ത് വന്ന ഒരു സുള്ളാൻ എന്ന് പറയുന്ന മൂവി ആയിരുന്നു. ഒരു കുറച്ച് ആക്ഷൻ പാക്ഡ് മൂവി ആയിരുന്നു ആ ഒരു സമയത്ത്. ധനുഷ് അതിനു മുമ്പ് ചെയ്തിട്ടുള്ള മൂവീസ് ഒക്കെ പറയുന്നത് ഭയങ്കര റൊമാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഒരു മൂവിയാണ് കരിയറിൽ ഒരു ട്രാക്ക് മാറി വരുന്നത്. പക്ഷെ ശരിക്കും ആ ഒരു ബ്രേക്ക് ത്രൂ ഈ നടനെ കൊണ്ട് ഇത്ര മാത്രമല്ല, ഇനിയും ഒരുപാട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരുപാട് കിടിലം കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന തെളിയിച്ചൊരു മൂവിയാണ് പുതുപ്പേട്ട എന്ന് പറയുന്നത്. ആ ഒരു മൂവി പക്ക ഒരു ലോക്കൽ ഗാങ്സ്റ്റർ സെറ്റപ്പിലുള്ള ഒരു മൂവിയായിരുന്നു. ഇപ്പോഴത്തെ നമ്മളെ വടച്ചെന്നൈ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു പക്ക ലോക്കൽ, ആ ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടീസും അതിന്റെ ലോക്കൽ ഗുണ്ടകൾ ആ ഒരു സെറ്റപ്പിൽ ഇറങ്ങിയ മൂവിയാണ്. ഇന്നും ഒരുപാട് പേരെ ഫേവറേറ്റ് മൂവീസാണ്. എനിക്കത് ഒരു ഫേവറേറ്റ് മൂവിയാണ്. ഒരുപാട് പേര് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഒരുപാട് മൂവീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ വന്ന മൂവിയാണ് പൊല്ലാതവനാണ് ധനുഷും വെട്ടർമാരനും ആദ്യം ഒന്നിക്കുന്ന ഒരു മൂവി. പൊല്ലാതവന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരന് ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരു ബൈക്ക്, ആ ഒരു ബൈക്ക് പൊന്നുപോലെ നോക്കിയിട്ട് ഒരു സമയത്ത് ഒരു ബൈക്ക് മിസ്സായി പോകും. പിന്നെ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സിനിമ സംസാരിക്കുന്നത്. അതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിടിലമായിട്ട് തന്നെ പ്രസിദ്ധിച്ചിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ പൾസർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിരുന്നു. സോ ആ ഒരു പൾസർ ബൈക്കിനെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബൈക്ക് സ്വന്തമായിട്ട് വാങ്ങുക എന്ന് പറയുന്നത്. ആ ഒരു ബൈക്ക് വാങ്ങുമ്പോൾ പൊന്നുപോലെ ജീവൻ കളഞ്ഞ വണ്ടിനെ നോക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോ അങ്ങനെ നോക്കുന്ന ബൈക്ക് മിസ്സാകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട്, അതായത് നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ലൈഫിലാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് ധനുഷിന്റെ ഫിലിം കരിയറിലുണ്ട്, നമുക്ക് നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന. സോ പൊള്ളാതിനൊക്കെ ഭയങ്കര സക്സസ് ആയി ഇങ്ങനെ കരിയറിൽ ഒരുപാട് മൂവീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു മൂവി വരുന്നത്, ആടുകുളം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു മൂവിയാണ് ധനുഷിന്റെ കരിയറിൽ തന്നെ ഒരു വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ കൊടുക്കുന്ന മൂവി. ആ ഒരു മൂവിയാണ് ധനുഷിന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ ഒരു നാഷണൽ അവാർഡും കൊണ്ടുവന്ന മൂവി. ആ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് വെട്രിമാരനായിരുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, 2002 എല്ലാവരും കളിയാക്കി അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് തന്നെ ഇങ്ങനെ ഉള്ളവൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നടനായിട്ടൊക്കെ ഇവരെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ നടനായിട്ട് എത്ര മൂവീസ് കൂടിപ്പോയി ചെയ്യും, ഈ കരിയറൊക്കെ ഇവിടെ കൊണ്ട് നിൽക്കും എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞതായിട്ട് ധനുഷിനെ ഒരുപാട് വീഡിയോസിലും ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണി ആ ഒരു ആടുകളത്തിലെ നാഷണൽ അവാർഡ് അവിടെ കൊണ്ട് തന്നെ നിന്നിട്ടില്ല. പിന്നീട് അസുരം വന്നു, പിന്നീട് അതിനുശേഷം ഒരുപാട് മൂവീസ് വന്നു, പിന്നെ അതിനുശേഷം ഒരുപാട് മൂവീസ് വന്നു, പിന്നീട് ഹിന്ദിയിൽ പോയി, പിന്നീട് ഹോളിവുഡിൽ പോയി ഇത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഫക്കീർ എന്ന് പറഞ്ഞിട്ട്, പിന്നീട് അതിനുശേഷം റോസോ ബ്രദേഴ്സിന്റെ, അതായത് അവഞ്ചേഴ്സിന്റെ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ള റോസോ ബ്രദേഴ്സിന്റെ ഒരു മൂവിയിൽ ഒരു കിടിലൻ ക്യാരക്ടർ, അത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ ഒക്കെ ഒരു കിടിലൻ ക്യാരക്ടർ. സോ ആ ഒരു കരിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് വൺ ഓഫ് ദ കിടിലാണ്. ധനുഷിനെ കളിയാക്കിയവരും അല്ലെങ്കിൽ ധനുഷിനെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ഒരുപാട് ട്രോൾ ചെയ്തവർക്കൊക്കെ വേറെ മറുപടിയോ അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഇന്ന ലെവലായിരുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു 2002 ആ ഒരു പൈലിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലം. അതായത് ഇനി വരാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് തമിഴിലെ തന്നെ ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു പീരീഡ് വാർ ബേസ്ഡ് മൂവിയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത്. അതിനുശേഷം വരാൻ പോകുന്ന D15 അത് ധനുഷാണ് ഡയറക്ട് ചെയ്തത്, അതും ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ഒരു കിഡിലം കരിയറുള്ള, സോ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ കിഡിലം കരിയർ ബിൽഡ് ചെയ്ത ഒരു ആക്ടറാണ് ധനുഷ് എന്ന് പറയുന്നത്. ആസ് എ ആക്ടറായിട്ട് മാത്രമല്ല ധനുഷ് ഇത്രയും വലിയൊരു കരിയർ ബിൽഡ് ചെയ്ത് ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ റൈറ്റർ ഒരുപാട് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ശിവകാർത്തികൻ, വിജയ് സേതുപതി, അങ്ങനെ ഒരുപാട് പേരെ സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അനിരുദ്ധിനെ പോലും ആ ഒരു 3 എന്ന മൂവിയിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു 3 വൈദിസ് കൊലവറി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, വേൾഡ് ഫേമസ് ആയിട്ടുള്ള വൈദിസ് കൊലവറി ആ ഒരു പാട്ട് പാടി. സോ ഇങ്ങനത്തെ ഒരുപാട് കിടിലം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ കിടിലം കരിയർ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു കരിയർ ഗ്രോത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു ധനുഷ് എന്ന ആക്ടറിനെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ആക്ടറിന്റെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആ ഒരു ആക്ടറിന്റെ ഫിലിംസുമായിട്ടൊക്കെ നമുക്ക് നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ധനുഷിന്റെ ഒരു ഫിലിം കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പടമാണ് ആടുകൾ എന്ന് പറയുന്നത്. സോ ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ആക്ടർ പിന്നീട് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കരിയറിൽ പിന്നീട് ചെയ്യാവുന്ന മൂവീസൊക്കെ ഭയങ്കര സെലക്റ്റീവായിട്ട് നോക്കിയും കണ്ട ഓക്കെ ആ ഒരു സ്റ്റൈലിൽ ഏതാണോ അല്ലെങ്കിൽ ഫാൻസുകാർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇനി ചെയ്യണ മൂവീസൊക്കെ ഭയങ്കര സെലക്റ്റീവ് ആയിരിക്കണം എന്നൊക്കെ നോക്കുള്ളൂ. പക്ഷേ ധനുഷിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇപ്പം ആടുകുളം എന്ന മൂവി അല്ലെങ്കിൽ നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത മൂവി ശേഷം ധനുഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാപ്പിളെ, വെങ്കൈ, മയക്കം എന്ന അങ്ങനത്തെ ഒരു കുറച്ച് മൂവീസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് വെട്രിമാറന്റെ കൂടെ അസുരൻ എന്ന മൂവി ചെയ്തത്. അസുരൻ എന്ന മൂവി വൺ ഓഫ് ദ കിഡിലെ മൂവിയാണ്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലിസ്റ്റുള്ള ഒരു മൂവിയാണ്. അസുരൻ എന്ന മൂവി ധനുഷിന് നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത ഒരു മൂവിയാണ്. സോ ആ ഒരു മൂവിക്ക് ശേഷം ധനുഷ് ഓക്കെ ഇനി ചെയ്യുന്ന മൂവി ഭയങ്കര സെലക്റ്റീവ് ആയിരിക്കണം, ഒരിക്കലും ഇല്ല. അസുരൻ എന്ന മൂവിക്ക് ശേഷം ധനുഷ് ചെയ്ത മൂവിയാണ് എന്നെ നോക്കി പായും തോട്ട, പട്ടാസ്, കർണൻ അങ്ങനത്തെ മൂവീസൊക്കെ. സോ അങ്ങനത്തെ ഒരു സെയിം ട്രാക്ക് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ നിന്നിട്ടല്ല ധനുഷിന്റെ മൂവീസ് കരിയറിൽ വന്നിട്ടുള്ളത്. എല്ലാം ഡിഫറെന്റ് സ്റ്റൈൽസിലുള്ള ക്യാരക്ടേഴ്സും ഡിഫറെന്റ് സ്റ്റൈൽസുള്ള മൂവീസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലൈഫിൽ ഇനി എത്ര നാഷണൽ അവാർഡ് വന്നാലും ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ ആൾക്കാരുടെ വർക്ക് ചെയ്താലും ധനുഷ് എന്ന ഒരു ആക്ടറിന്റെ ഒരു കരിയറിൽ ധനുഷ് ഇതുപോലെ ഫോളോ ചെയ്തിട്ടുള്ള അതേ ഒരു പാറ്റേൺ തന്നെ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യും. അതായത് സെയിം പാറ്റേൺസ് അല്ലാതെ ഡിഫറെന്റ് സ്റ്റൈൽസിലുള്ള മൂവീസും ക്യാരക്ടേഴ്സും. സോ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മൂവി ചെയ്യും. ഒരു വലിയ ഡയറക്ടറിനോട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ന്യൂ ഫേസ് ഡയറക്ടറിനോട് വർക്ക് ചെയ്യും. സോ അങ്ങനത്തെ എല്ലാ രീതിയിലും വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇപ്പോൾ എടുത്തു പറയുമെങ്കിൽ തന്നെ വടച്ചെന്നൈ എന്ന് പറഞ്ഞ മൂവി ഒരു കൾട്ട് ക്ലാസിക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ പുതുപ്പേട്ടെ പറഞ്ഞ പോലെ തന്നെ വടച്ചെന്നൈ എന്ന് പറയുന്നത് ആ മൂവിയിലെ ക്യാരക്ടേഴ്സും ആ ഒരു സ്റ്റോറി ലൈനും ആ ഒരു വേൾഡ് ബിൽഡും എല്ലാം വൻ പൊളിയായിരുന്നു. സോ ആ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ടൊക്കെ അത്രമാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി ധനുഷിന് വരാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മില്ലർ ആണ്. ഒരു പീരിയഡ് വാർ ബേസ്ഡ് മൂവിയാണ്. അതിന്റെ ട്രെയിലർ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവി ഐമാക്സ് റിലീസുണ്ട്. ഓരോ സീനും ഓരോ ഷോട്ടും വൻ കിടിലായിരുന്നു. ആ മൂവിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സെൻസറിങ് പോയപ്പോൾ തന്നെ ഒരുപാട് സീൻസ് ഒക്കെ കട്ട് ചെയ്തു, ഭയങ്കര വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ആ ഒരു ട്രെയിലറിന്റെ അവസാനത്തെ ഒരു ഷോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മൂവിയിലെ വയലൻസ് ഏത് ലെവലായിരിക്കും എന്നുള്ളത്. ആ ഒരു ഡെഡ് ബോഡി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യണൊക്കെ. അപ്പോൾ ആ ഒരു മൂവിക്ക് ശേഷം ധനുഷിനെ ഡയറക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് D50 എന്ന് പറയുന്നത്. അതും ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. സോ അങ്ങനത്തെ ഒരു കിടില ലൈനപ്പ് തന്നെ ധനുഷിന്റെ കരിയറിൽ മുന്നോട്ടുണ്ട്. ഫാൻസിന് വേണ്ടി മാത്രമല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മൂവീസും ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്യാനാണ് ധനുഷ് എപ്പോഴും ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ധനുഷിന്റെ ലൈഫിൽ വലിയൊരു പ്രശ്നമൊന്നുമല്ല. കാരണം 2002 ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിന്ന പൊസിഷനും ഇന്ന് നിൽക്കുന്ന പൊസിഷനും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും.